എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഹരിയാലി ചിക്കൻ ആണ്. ഒരു പച്ച ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടെടുക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയും അപ്പവും റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് ആദ്യം ഒരു 3/4 കപ്പ് അളവിൽ, അതായത് ഒരു 200 ml ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഇതൊരു 3 മീഡിയം വലിപ്പമുള്ള സവാള കനം കുറഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഇത്ര ഏറെ സവാള ഉള്ളത് കൊണ്ട് ഒരു 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ആണെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇലയും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു സവാളയാണ്. ഈ ഒരു സവാള ഫ്രൈ ചെയ്തത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. ലാസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സവാള ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ഗ്രേവി ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ചിക്കൻ കറിക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 7ഓളം പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 12ഓളം കാഷ്യൂനട്ട് ഒരു 20 മിനിറ്റോളം ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 12ഓളം കാഷ്യൂനട്ട് ഇതുപോലെ കുതിർത്തിയതും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് വരുവത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു അരപ്പ് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടാമത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടെടുത്ത ഒരു മസാലയും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കൂ, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചിരുന്നാലും മതി. ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ നമ്മൾ രണ്ടാമത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 4 ഗ്രാമ്പും 4 ഏലക്കായും ഇതുപോലെ 2 കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിൽ ബാക്കിയുള്ള ഒരു മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു മസാലയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം തന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കരുത്, തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ ഒരു പച്ച ചുവ നമുക്ക് നന്നായിട്ട് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ചാറ് പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണിത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ആദ്യം നമ്മളൊരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇത് നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് 15 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗ്രേവി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം വീണ്ടും ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക. എരിവ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി വീണ്ടും നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. കുരുമുളക് പൊടിയും ചേർത്ത് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 35 മിനിറ്റോളം ഉണ്ട്. അത് നമ്മളൊരു കറക്റ്റ് ഒരു ആദ്യം ഹൈ ഫ്ലെയിം, പിന്നെ മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിം അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. എങ്കിൽ ആ ഒരു ഗ്രേവിയുടെ ഒരു പച്ചച്ചവയൊക്കെ മാറി നമുക്കൊരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സവാള ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മളൊരു റെഡ് ഗ്രേവിയിൽ നിന്ന് ചെയ്യുന്ന ഒരു ചിക്കൻ കറി എന്ന് മാറിയിട്ട് ഈ ഒരു പച്ച ഗ്രേവിയിൽ ചെയ്തിട്ടെടുക്കുന്ന നമ്മുടെ ഒരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പോ അപ്പോ റൊട്ടിയുടെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഒരേ ചിക്കൻ കറി വെക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു പച്ച ഗ്രേവിയോട് കൂടിയിട്ട് ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.